കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറി ആകുവാൻ സീറോ മലബാർ സഭയുടെ പ്രേഷണ മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ. MSTയുടെ മാധ്യമഭാഗമായ ഇമ്പാക്റ്റും ശാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആ വിജയും ആരെന്ന് നമുക്ക് നോക്കാം. ചോദ്യം 1, അനാഫ്ര എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ഉയർത്തുക അഥവാ സമർപ്പിക്കുക. ചോദ്യം 2, സീറോ മലബാർ കുർബാനയിൽ നാം ഇന്ന് ഉപയോഗിക്കുന്ന അനാഫ്ര ആരുടേതാണ്? ഉത്തരം സ്ലീഹന്മാരുടെ. കിഴക്കിന്റെ പ്രബോധകരായ മാർ അത്തായി, മാർ മാറി എന്ന സ്ലീഹന്മാരുടെ. ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ വിജയം ആരെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിലെ ആൻസേഴ്സ് തെറ്റായി പോയൊരു വിഷമിക്കണ്ട. കാരണം ഈ എപ്പിസോഡിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സമ്മാനങ്ങൾ അറിയാലോ. ഉത്തരം ശരിയായി നിങ്ങൾ അയച്ചു തന്നാൽ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനവും, തുടർച്ചയായി 10 എപ്പിസോഡുകളിൽ നിങ്ങൾ ശരിയായിട്ട് ഉത്തരം അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിഷൻ പ്രദേശങ്ങൾ സന്ദർശിക്കാനുമുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇന്നത്തെ ക്ലാസ്സും കേൾക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താ പഠിച്ചേ? ഒരുക്ക ശുശ്രൂഷയും അനാഫറയും കുറിച്ചല്ലേ? ഓക്കെ, നമ്മൾ ഒരുക്ക ശുശ്രൂഷയെ കുറിച്ചും അനാഫറയെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമ്മൾ കുർബാനയുടെ അവസാന ഭാഗത്തേക്ക് എത്തിച്ചെല്ലുകയാണ്. അതായത് ദൈവ ഐക്യ ശുശ്രൂഷയെ കുറിച്ചും കുർബാനയുടെ സമാപനത്തെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ദൈവമായിട്ട് ഐക്യപ്പെടുന്ന എപ്പോഴാ? പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് ഐക്യപ്പെടുന്നത്. പക്ഷേ അതിനു മുമ്പായി തന്നെ നമ്മൾ കുമ്പസാരത്തിലൂടെയും നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞിട്ടാണ് നമ്മൾ കൂടുതലായും ദൈവത്തോട് ഐക്യപ്പെടുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? നമുക്ക് പാപബോധം വേണം. എന്താണ് പാപങ്ങളെന്ന് നമ്മൾ അറിയണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ആദ്യ പാപത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് സമാനമായ ആധുനിക യുഗത്തിലും പാപങ്ങളുണ്ട്. അപ്പൊ നമുക്ക് 2 ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്താലോ? റെഡിയാണോ? റെഡി. അപ്പൊ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഞങ്ങൾ ആധുനിക യുഗത്തിൽ പാപങ്ങൾ എങ്ങനെ വരുന്നു അതിനെ കുറിച്ചാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യ പാപം, പഴയ നിയമത്തിലെ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട്. സെക്കൻഡ് ഗ്രൂപ്പ് റെഡിയായി. നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? റെഡിയായി. ഓക്കെ ഓക്കെ. അപ്പൊ ആരാ ആദ്യം പറയുന്നേ? ഓക്കെ, പറയും. അനുസരണക്കേട്, അഹങ്കാരം, അത്യാഗ്രഹം, അസൂയ, പാപപ്രലോഭനം. ഓക്കെ, ഇവര് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 5 പാപങ്ങളാണ് കണ്ടെത്തി പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ പറയാം, അതിന് സമാനമായിട്ട് ആധുനിക യുഗത്തിൽ കാണുന്ന പാപങ്ങൾ ഏതൊക്കെയാണ്? അനുസരണക്കേട് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാതിരിക്കുന്നത് കുട്ടികൾ സാധാരണയായിട്ടുള്ളതാണ്. അഹങ്കാരം മറ്റുള്ളവരോട് എതിർത്ത് സംസാരിക്കുന്നത്. അത്യാഗ്രഹം തെറ്റായ രീതിയിൽ കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. അസൂയ മറ്റുള്ളവരുടെ കഴിവിനെ എങ്ങനെ ഇല്ലാതാക്കാനുള്ള ശ്രമം. പാപപ്രലോഭനം മറ്റുള്ളവരുടെ അധംപതനം ആഗ്രഹിച്ചുകൊണ്ട് അവരെ പാപത്തിലേക്ക് നയിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യ പാപങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിന് സമാനമായിട്ട് ഇന്ന് പ്രസന്റ് സിറ്റുവേഷൻസിൽ കാണുന്ന പാപങ്ങൾ ഏതൊക്കെയാണെന്ന് സെക്കൻഡ് ഗ്രൂപ്പും പറഞ്ഞു. അപ്പം ഈ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് ദൈവത്തോട് അനുരഞ്ജനം ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ എന്താവുന്നത്? ദൈവമായിട്ട് ഐക്യപ്പെടുന്നത്. അപ്പോൾ ദൈവ ഐക്യ ശുശ്രൂഷയെക്കുറിച്ചും കുർബാനയുടെ സമാപനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമുക്ക് ജോസ് അച്ഛനെ വിളിക്കാം. ലെറ്റ്സ് ഇൻവൈറ്റ് ജോസ് അച്ഛൻ വിത്ത് എ റൗണ്ട് ഓഫ് അപ്ലോസ്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. പരിശുദ്ധ കുർബാനയെ പറ്റിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പരിശുദ്ധ കുർബാനയുടെ അവസാനത്തെ 2 ഭാഗമാണ് നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. വളരെ ഗഹനമായി ആഴത്തിൽ കുർബാനയെ പറ്റി പഠിക്കുകയായിരുന്നു. കുർബാനയെ പറ്റി പഠിച്ചു. കുർബാന എന്തുകൊണ്ടാണ് പരമോന്നതമായ ആരാധന എന്ന് നമ്മൾ പഠിച്ചു.
അതിനുശേഷം കുർബാനയിൽ വരുന്ന അടയാളങ്ങൾ, പ്രതീകങ്ങൾ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിച്ചു. കുർബാനയെ തന്നെ പല ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അത് നമ്മൾ ആഴത്തിൽ പഠിച്ചു. അങ്ങനെ വരുന്ന അവസാനത്തെ 2 ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. അനുരഞ്ജന ശുശ്രൂഷയും അല്ലെങ്കിൽ ദൈവൈക്യ ശുശ്രൂഷയും സമാപന ശുശ്രൂഷയും. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ കാണുന്ന അനാഫറയാണ്, കുദാശ ഭാഗം. അതിനുശേഷം വരുന്നതാണ് ദൈവ ഐക്യ ശുശ്രൂഷ. കാരണം പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുകയാണ്. യേശുവിൻ്റെ ആ വിരുന്നിൽ, തിരുവത്താഴ വിരുന്നിൽ ശിഷ്യന്മാർ എത്ര സ്നേഹത്തോടെയാണ്, എത്ര പ്രതീക്ഷയോടെയാണ് സമീപിച്ചത്. യേശുവിനോട് താഴ്ന്നുകൊണ്ട് ആ അത്താഴം സ്വീകരിച്ചത്. യേശുവിൻ്റെ കയ്യിൽ നിന്ന് അപ്പവും വീഞ്ഞും തൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചത്. അതേ മനോഭാവത്തോടു കൂടി തന്നെ ആ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുവാൻ വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഭാഗമാണ് ദൈവ ഐക്യ ശുശ്രൂഷ. ആമുഖത്തിൽ നിങ്ങൾ കണ്ടു, ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ആദി പാപം അത് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ കണ്ടു. അതുവഴിയായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു. പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന മനുഷ്യൻ. അതിനുശേഷം പുതിയ നിയമത്തിൽ എന്താണ് സംഭവിക്കുന്നത്? യേശുനാഥൻ വന്ന് നമുക്ക് ആ പറുദീസ തിരിച്ചു നൽകുകയാണ്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇതാ യേശുനാഥൻ വീണ്ടും നമുക്ക് വേണ്ടി വിഭജിക്കപ്പെടുകയാണ്. തൻ്റെ ശരീരവും രക്തം നൽകിക്കൊണ്ട് ആ പറുദീസ വീണ്ടും നമുക്ക് നൽകുവാൻ വേണ്ടി ഒരുങ്ങുന്നതാണ് ദൈവ ഐക്യ ശുശ്രൂഷ. യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്നത്. 2ാമത്തെ ഗ്രൂപ്പ് പറഞ്ഞതുപോലെ ആധുനിക യുഗത്തിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. പരിശുദ്ധ കുർബാനയെ പങ്കെടുക്കുമ്പോൾ, ഈശോയെ സ്വീകരിക്കാൻ പോകുമ്പോൾ ഈ പാപങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കുമ്പസാരത്തിലൂടെ ഏറ്റുപറയുന്നതാണ്. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് എൻ്റെ അപരാധങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ദൈവ ഐക്യ ശുശ്രൂഷ. ഇത് ആരംഭിക്കുന്നത് നമുക്കറിയാം അനാഫറയ്ക്ക് ശേഷം വരുന്ന പ്രാർത്ഥനകളും വിഭജന ശുശ്രൂഷയോടും കൂടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വൈദികൻ അപ്പവും വീഞ്ഞും എടുത്തതിന് ശേഷം വാഴ്ത്തി, അതിനുശേഷം ആ അപ്പത്തെ വീഞ്ഞും തിരുശരീരത്തെ വിഭജിക്കുന്ന ശുശ്രൂഷ. പാവപരിഹാരത്തിന് വേണ്ടി തന്നെ വിഭജിച്ച ഈശോയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വൈദികൻ വിഭജന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. തിരുശരീരം എടുത്ത് വിഭജിച്ച് തിരുരക്തത്തിൽ മുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം സമൂഹം പ്രാർത്ഥിക്കുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. മനോഹരമായ ആ പാട്ടുണ്ട്, രക്ഷകൻ ഈശോദൻ ശിഷ്യരെ അറിയിച്ച അതാണ്. ആ ദിവ്യരഹസ്യമാണ് നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്നത്. ആ വിഭജന ശുശ്രൂഷയിലൂടെ യേശുനാഥൻ തിരുവത്താഴ സമയത്ത് അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ചു. അതാണ്. അതിനുശേഷം പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിലൊക്കെ പറയുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈദികൻ വീണ്ടും ആ സമൂഹത്തെ ആശംസിക്കുകയാണ്. തന്നെ ആശീർവദിച്ചുകൊണ്ട് ആശംസിക്കുകയാണ്. ഇതിന് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള അനുരഞ്ജന കാറോസുസായിലേക്ക് നമ്മൾ കടക്കുന്നത്. നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് അപരാധങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ശുശ്രൂഷി ആ കാറോസുസ് ചൊല്ലി കൊടുക്കുകയും അതിന് മറുപടിയായി സമൂഹം എന്താണ് ചെല്ലുന്നത്? കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുങ്ങുകയാണ്. തുടർന്ന് വരുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന മനോഹരമായ പ്രാർത്ഥന. 2ാമത്തെ പ്രാവശ്യമാണ് പരിശുദ്ധ കുർബാനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്നാണ്. കാരണം സമൂഹം ചെല്ലിയതിന് ശേഷം വൈദികൻ വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രലോഭനങ്ങളിലും അവൻ്റെ ശക്തിയിൽ നിന്ന്, ദുരാത്മാവിൻ്റെ ശക്തിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വൈദികൻ ആവർത്തിച്ച് ചെല്ലുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈശോയെ സ്വീകരിക്കാൻ പോവുകയാണ്. നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യനായ നമ്മൾ വീണ്ടും പാപത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്ന് നമ്മൾ ആവർത്തിച്ചില്ലുകയാണ്. സമൂഹം ചെല്ലുന്നു. തുടർന്ന് വൈദികനും അതോടൊപ്പം തന്നെ അത് ചെല്ലുകയാണ്. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ ശക്തികളിൽ നിന്നും
ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ്. തുടർന്ന് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, കുർബാനയിൽ പങ്കെടുക്കുന്നതിന് ആ യേശുവിൻ്റെ ആ തിരുവത്താഴത്തിൽ നമ്മൾ തന്നെ പങ്കുചേരുവാൻ വേണ്ടിയാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കുക, ആ അത്താഴത്തിൽ, ആ തിരുവത്താഴത്തിൽ പങ്കുചേരുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആമുഖ ശുശ്രൂഷയിൽ ആരംഭിച്ച് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരണത്തിൽ എത്തിക്കഴിയുമ്പോഴേക്കും അവിടെ ഞാൻ കുർബാന സ്വീകരിക്കാതിരിക്കുന്നത് അതിന് അനുയോജ്യമല്ല. യേശുവിൻ്റെ അത്താഴത്തിൽ പങ്കുചേരുവാൻ വേണ്ടി ആ തിരുവത്താഴത്തിൽ ആ യേശുവിൻ്റെ ആ രഹസ്യത്തിൽ, മഹാരഹസ്യത്തിൽ പങ്കുചേരാൻ വന്ന് നമ്മൾ യേശുവിനെ സ്വീകരിക്കണം. അതിനുള്ള ആഹ്വാനമാണ് തുടർന്ന് ശുശ്രൂഷ പറയുന്നത്. തൃത്വൈക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവമാണ് ഏക പരിശുദ്ധൻ, പിതാവാണ് ഏക പരിശുദ്ധൻ, പുത്രനാണ് ഏക പരിശുദ്ധൻ, പരിശുദ്ധാത്മാവാണ് ഏക പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ട് സ്തുതിച്ചുകൊണ്ട് ആ ദൈവത്തെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുകയാണ്. ശുശ്രൂഷ ആഹ്വാനം ചെയ്യുകയാണ്, ഇതാ തിരുശരീരവും തിരുരക്തവും നമ്മൾക്കായി യേശുനാഥ് തന്നിരിക്കുന്നു, അത് സ്വീകരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കണം. അയോഗ്യതകളുണ്ടെങ്കിൽ സഭ നമുക്ക് കുമ്പസാരത്തിലൂടെ, അനുരഞ്ജന ശുശ്രൂഷയിലൂടെ ദൈവവുമായി ഐക്യപ്പെടുവാനുള്ള അവസരം തന്നിട്ടുണ്ട്. അതിനുശേഷം പരിശുദ്ധ കുർബാന മധ്യേയും നമുക്ക് ഐക്യപ്പെട്ട് ഈ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടിയാണ് കുർബാനയിലുടനീളം ദൈവസഭ നമ്മളെ ഒരുക്കി നമ്മൾ കുർബാന സ്വീകരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. പ്രാർത്ഥനകൾ ആലപിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നു. ഇതോടുകൂടി കുർബാന സ്വീകരണം അവസാനിച്ച് തുടർന്ന് നമ്മൾ സമാപന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നടക്കുന്ന കൃതജ്ഞതാ പ്രാർത്ഥനകളോടുകൂടിയാണ് സമാപന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ കൃതജ്ഞതകളെ, അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വൈദികൻ ചെല്ലുന്ന ഒന്നാമത്തെ കൃതജ്ഞതാ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ ആദ്യത്തെ കൃതജ്ഞതാ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ സമാപന ശുശ്രൂഷയുടെ ആദ്യത്തെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. തുടർന്ന് കർത്താവെ ആശീർവദിക്കണമേ എന്ന് സമൂഹം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. തുടർന്ന് രണ്ടാമത്തെ കൃതജ്ഞതാ പ്രാർത്ഥന വൈദികൻ ചെല്ലുകയാണ്. അവിടെ പ്രത്യേകമായിട്ട് ഈ ബലിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുകയും നന്നായിട്ട് ജീവിക്കുവാൻ വേണ്ടി, ഈ ബലിയിൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തോടുകൂടി ജീവിക്കുവാനുള്ള കൃപയ്ക്കും ശക്തിക്കും വേണ്ടി വൈദികൻ പ്രാർത്ഥിക്കുന്നു. തുടർന്നാണ് സമാപന ആശീർവാദം. എവിടെ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതിനും ഇവിടെ ഞങ്ങൾ സ്വീകരിച്ച ഈ ബലി, ഈ യേശുവിൻ്റെ ശരീരവും രക്തവും അനുദിന ജീവിതത്തിൽ ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് വൈദികൻ സമൂഹത്തെ ആശീർവദിക്കുന്നത്. ഇവിടെ അനുഭവിച്ച ഈ രഹസ്യം, ആ ദൈവത്തിൻ്റെ സ്നേഹം സമൂഹത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടെ ജീവിച്ച് കാണിക്കുവാനുള്ള കൃപയും ശക്തിയും സമൂഹത്തിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് വൈദികൻ സമൂഹത്തെ ആശീർവദിച്ച് പറഞ്ഞയക്കുകയാണ്. അതാണ് അവസാനത്തെ ആശീർവാദം. അപ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ അനുഭവിച്ച ആ രഹസ്യം, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിച്ച യേശുവിൻ്റെ തിരുശരീരവും രക്തവും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി, യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും വേണ്ടി, ആ അനുഭവിച്ച രഹസ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും വേണ്ടി ഞങ്ങളെ തന്നെ സന്നദ്ധരാക്കണമേ, ഈ സമൂഹത്തെ സന്നദ്ധരാക്കണമേ എന്ന ആശീർവാദ പ്രാർത്ഥനയോടുകൂടി കുർബാന സമീപിക്കുകയാണ്. തുടർന്ന് വൈദികൻ തിരിഞ്ഞ് അൾത്താരയിലേക്ക് വന്നതിന് ശേഷം യോഗ്യനാക്കിയ, ഈ ബലി അർപ്പിക്കുവാൻ വേണ്ടി യോഗ്യനാക്കിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ അൾത്താരയിൽ ആദരസൂചകമായി ചുംബിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന അവസാനിക്കുകയാണ്. പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രിയ പ്രേക്ഷകരെ, പരിശുദ്ധ കുർബാനയെപ്പറ്റി വളരെ വ്യക്തമായി ആഴത്തിൽ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അനുദിനം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി അത് എൻ്റെ തന്നെ അർപ്പണമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ അർപ്പണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുനാഥൻ അർപ്പിച്ച ആ ബലിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാനും എൻ്റെ ജീവിതത്തെ തന്നെയാണ് സമർപ്പിക്കുന്നത്, എൻ്റെ ജീവിതത്തെ തന്നെയാണ് ആരാധനയായ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥവും എല്ലാ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി അതിനോട് ചേർന്ന് നിന്ന്, വൈദികനോട് ചേർന്ന് നിന്ന് നമ്മളും ഈ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പ്രതീക്ഷയോടുകൂടി നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി യേശുനാഥൻ നമുക്ക് നൽകിയ ഈ മഹാദാനത്തിന് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ച് കേട്ടോ? ശ്രദ്ധിച്ചു.
അപ്പോൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു എൻറ്റയർ ഐഡിയ ഇപ്പൊ കിട്ടിയില്ലേ? തുടക്കം തൊട്ട് അവസാനം വരെ ഒരു എൻറ്റയർ ഐഡിയ കിട്ടിയില്ലേ? നമ്മൾ എവിടെയാ തുടങ്ങിയത്? ഇപ്പൊ നമ്മൾ സമാപനം വരെ പഠിച്ചു. അപ്പൊ അച്ഛൻ എന്താ അവസാനം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തത്? നമ്മുടെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഇതിന്റെയൊക്കെ പ്രാധാന്യവും അതിന്റെ വ്യാപ്തിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഓരോ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഈ ഒരു തീക്ഷ്ണത എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് പ്രേക്ഷകരോടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ചോദ്യം 1. സീറോ മലബാർ കുർബാനയിലെ ദൈവ ഐക്യ ശുശ്രൂഷയിൽ എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? ഒരിക്കൽ കൂടി, സീറോ മലബാർ കുർബാനയിലെ ദൈവ ഐക്യ ശുശ്രൂഷയിൽ എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? ചോദ്യം 2. ഉത്ഥിതനായ മിശിഹയാണ് വിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിക്കുന്നതെന്ന് പ്രതിപാദിക്കുന്ന സുവിശേഷ സംഭവം എവിടെയാണ്? ഉത്ഥിതനായ മിശിഹയാണ് വിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിക്കുന്നത് എന്ന് പ്രതിപാദിക്കുന്ന സുവിശേഷ സംഭവം എവിടെയാണ്? ചോദ്യങ്ങൾ എല്ലാവർക്കും കിട്ടിയല്ലോ. ഇനി എത്രയും വേഗം ഫോൺ എടുത്ത് ആൻസേഴ്സ് അയച്ചു തുടങ്ങുക. ആൻസേഴ്സ് അയക്കേണ്ട ഫോർമാറ്റ്: നിങ്ങളുടെ പേര്, വീട്ടുപേര്, ഇടവക, 7A സ്പേസ് ഉത്തരം, 7B സ്പേസ് ഉത്തരം. അയക്കേണ്ട നമ്പർ 9495787676. MSDയുടെ സുവർണ ജൂബിലി സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാലോ? പ്രോത്സാഹന സമ്മാനവും ഒപ്പം 2 പേർക്ക് മിഷൻ പ്രദേശങ്ങളിൽ സന്ദർശിക്കാനുള്ള അവസരവുമാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത് പാഴാക്കാതെ എത്രയും വേഗം ഉത്തരങ്ങൾ സെൻഡ് ചെയ്യുക. ഇതോടുകൂടി ഇന്നത്തെ വിശ്വാസ പരിശീലന കളരി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലോക മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലോക മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ.